കണ്ണേറ്, സിഹ്റ്, നാവേറ് ഇവ വളരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഒരു കുടുംബജീവിതത്തിനെയാണ്. ദാമ്പത്യകരമായ ജീവിതത്തിലാണ് ഏറ്റവും കൂടുതൽ സാഹചര്യങ്ങൾ വിളയാടുന്നത്. അത് വിശുദ്ധമായ ഖുർആനിൽ തന്നെ കാണാം. സിഹ്ർ പഠിപ്പിക്കാനായി വന്നവർ ഒരു സ്ത്രീയെയാണ് ആദ്യമായി സിഹ്ർ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് വിശുദ്ധമായ ഖുർആനിൽ പറയുന്നത് മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വ സൗജിഹി, ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ വിള്ളലുണ്ടാക്കുന്ന, ഛിദ്രതയുണ്ടാക്കുന്ന കർമ്മം പഠിപ്പിച്ചു കൊടുത്തു എന്ന്. അതിനെയാണ് സിഹ്ർ എന്ന് പ്രധാനമായും സിഹ്റിൻ്റെ ഒരു വിശേഷണമായി ഖുർആൻ തന്നെ വിശേഷിപ്പിച്ചു. അത് പല നിലയ്ക്കും ഉണ്ടാവാം. ഇപ്പോൾ കണ്ണേറ് എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷകരമായ ജീവിതം നയിക്കുന്ന കുടുംബത്തിന് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അസൂയാവഹമായ നോട്ടം കൊണ്ട് കണ്ണീറുണ്ടാവും. അതുപോലെ തന്നെ നാവേറ്, അത് പല നിലയ്ക്കും കണ്ണിന് അസൂയ ഉള്ളതുപോലെ തന്നെ നാവിനും അസൂയാവഹമായ രീതിയിലുള്ള ചില വർത്തമാനങ്ങൾ പറയുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും ഉണ്ടാകും. പിന്നെ കരുതിക്കൂട്ടി ചെയ്യുന്നതാണ് സിഹ്ർ. കരുതിക്കൂട്ടി മാരണം ചെയ്ത് പലരും പറയാറുണ്ട്, എൻ്റെ ഭർത്താവ് എന്നെ പരിഗണിക്കുന്നില്ല, മുമ്പൊക്കെ നല്ല സ്നേഹമായിരുന്നു, ഇപ്പോൾ സ്നേഹമില്ല. ധാരാളം പരാതികളും പരിഭവങ്ങളും ഒക്കെ അത്തരത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ പൊതുവേ ഭർത്താവിൻ്റെ പരിഗണന ലഭിക്കാത്തതിൻ്റെ കാരണം രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, പെണ്ണിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്വഭാവ വൈകല്യം, അതുകൊണ്ടിട്ടുണ്ടാവാം. വീട്ടിലൊരു സന്തോഷം കൊടുക്കാതിരിക്കുക, സമാധാനം കൊടുക്കാതിരിക്കുക, എപ്പോഴും ബുദ്ധിമുട്ടിക്കുക, അങ്ങനെ പ്രാരംഭഘട്ടത്തിൽ അങ്ങനെ ചെയ്ത് പിന്നെ അതൊരു ശീലമായി മാറുമ്പോൾ അത് സഹിക്കാൻ പറ്റാത്ത വിധത്തിൽ മാനസികമായിട്ട് അകന്നു പോവുക എന്നത് സംഭവിക്കാറുണ്ട്. ഇനി അതല്ല, എത്ര തന്നെ അങ്ങോട്ട് പരിഗണിച്ചിട്ടും ഇങ്ങോട്ട് പരിഗണിക്കുന്നില്ല, അങ്ങോട്ട് സ്നേഹിച്ചാലും ഇങ്ങോട്ട് സ്നേഹമില്ല, അങ്ങോട്ട് എല്ലാം ചെയ്തു കൊടുത്താലും, എല്ലാ ജോലികൾ ചെയ്തു കൊടുത്താലും, തുണി അലക്കി കൊടുക്കുന്നു, ഭക്ഷണം ഇഷ്ടപ്പെട്ടത് പാകം ചെയ്തു കൊടുക്കുന്നു, വേണ്ടതൊക്കെ നിർവഹിച്ചു കൊടുക്കുന്നു, എന്നിരുന്നാലും ഇങ്ങോട്ട് യാതൊരു പരിഗണനയുമില്ല. എന്തോ അത് നമ്മുടെ ഒരു കടമയാണ് എന്ന നിലയിൽ യാതൊരു മാനസികമായ അടുപ്പവും കാണിക്കാതെ കടന്നു പോകുന്നു. അങ്ങനെയുള്ളവരുണ്ടാകാം. അങ്ങനെ സംഭവിക്കുന്നത് അത് ഒരാളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതിനെ സ്വാഭാവികമായും ആ ഭാര്യ മനസ്സിലാക്കി മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. പിന്നെ മറ്റൊന്ന്, അതങ്ങനെയല്ല, ആള് വലിയ രസികനാണ്, പുറത്തോട്ടൊക്കെ പോകുമ്പോൾ നല്ല ചിരിയും കളിയും വർത്തമാനവും ഒക്കെ ഉണ്ട്, വീട്ടിലേക്ക് വരുമ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ ഭാര്യയെ കാണുമ്പോൾ അല്ലെങ്കിൽ മക്കളെ കാണുമ്പോൾ വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്ന അത്രയും സമയമാണ് ഇത്തരത്തിലുള്ള ഒരു അകൽച്ചയും അതുപോലെ ഒരു മ്ലാനതയും ഒക്കെ പിന്നെ അദ്ദേഹത്തിൽ പ്രകടമാകുന്നത് എന്നാണെങ്കിൽ അത് ഈ പറഞ്ഞ 3 കാരണങ്ങൾ കൊണ്ടാകാൻ സാധ്യതയേറെയാണ്. അതിൽ ആദ്യത്തേത് കണ്ണേറും നാവേറുമാണ്. കണ്ണേറും നാവേറും എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സാധാരണഗതിയിൽ പുറത്തേക്ക് പോകുമ്പോൾ ഭാര്യയും ഭർത്താവും അമിതമായി അടുത്തിരുന്ന് സല്ലപിക്കുകയോ ചിരിച്ചു കളിച്ച് വർത്തമാനം പറയുകയോ അത് പലരും ശ്രദ്ധിക്കുന്നുണ്ടാവും. ഒരു പൊതുവായ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെയുള്ളവർ എല്ലാവരും ശ്രദ്ധിക്കും. ആ ശ്രദ്ധിക്കുന്ന വേളയിൽ അസൂയാവഹമായ രീതിയിലുള്ള അടുപ്പം ഈ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ കണ്ടുകഴിഞ്ഞാൽ ചിലർ സന്തോഷിക്കും, ചിലർ മാഷാ അല്ലാ എന്ന് പറയും, ചിലർക്ക് വലിയ ആനന്ദമായിരിക്കും. പക്ഷേ പലരും വിഷം കലർന്ന ചിരിയോടുകൂടെ നോക്കുന്നുണ്ടാവാം. പക്ഷേ അവരുടെ ഉള്ളിൽ സ്ഫുരിക്കുന്നത് അസൂയയായിരിക്കാം. അങ്ങനെ ഒരു കണ്ണേറോടുകൂടെ അസൂയയോടുകൂടെ അവർ നോക്കിക്കഴിഞ്ഞാൽ അവരിൽ കണ്ണേറിൻ്റെ ആ ഒരു ലിഖിതം അടങ്ങിയിട്ടുണ്ടെങ്കിൽ, ആ ഒരു കണ്ണേറിൻ്റെ ഒരു കണ്ണ് ഉള്ള ഒരു പ്രത്യേകതരം ആളുകളുണ്ട്, അവരും കൂടെയാണ് എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അത് നിങ്ങളിൽ ഫലിക്കുകയും ആ ദാമ്പത്യബന്ധത്തിൽ വിള്ളലുകൾ സംഭവിച്ചു തുടങ്ങുകയും ചെയ്യും.
അതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെയാണ് നാവേറും. നല്ലതുപോലെ സന്തോഷിച്ച് ചിരിച്ചു കളിച്ച് സംസാരിക്കുന്ന ദമ്പതികളെ കാണുമ്പോൾ ആരെങ്കിലുമൊക്കെ പറയും, എത്ര വർഷമായ ഒരു കല്യാണം കഴിഞ്ഞിട്ട് എന്നിട്ടും ഇപ്പോഴും യാതൊരു മാറ്റവുമില്ല, കണ്ടില്ലേ ചിരിയും കളിയും വർത്തമാനവും ഒക്കെ എന്ന് തമാശ രൂപേണ പറയുന്നതാണെങ്കിലും ഉള്ളിൽ അസൂയ കലർന്ന നിലയിലാണ് പറയുന്നതെങ്കിൽ ആ നാവേറിൽ, ആ വാക്കിൽ അതിൽ ഫലം കൊള്ളുകയും അതും ജീവിതത്തെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും ആദ്യമായി മനസ്സിലാക്കേണ്ടുന്നത് നമ്മുടെ സ്നേഹവും ദാമ്പത്യ ബന്ധത്തിലെ ഓരോ ആനന്ദകരമായ നിമിഷങ്ങളും മറ്റുള്ളവർ കൂടുന്ന സദസ്സിൽ വച്ച് അത് പ്രകടിപ്പിക്കാനുള്ളതല്ല എന്നുള്ളത് ആദ്യം ഏവരും മനസ്സിലാക്കുക. അഥവാ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങനെ സംഭവിച്ചു പോകുന്നതിനെ സംബന്ധിച്ചല്ല പറയുന്നത്. പക്ഷേ എപ്പോഴും ഒരു പൊതു മധ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സല്ലപിക്കുകയും കൊഞ്ചിക്കുഴയുകയും ചെയ്യുന്ന ആ ഒരു രീതി ഒഴിവാക്കി അതിനുവേണ്ടി നമ്മുടെ ഭവനങ്ങൾ തിരഞ്ഞെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിലുള്ള നിസ്കാരം, ഓതൽ, ഖുർആൻ പാരായണം എന്നിവ പതിവായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ വളരെ കുറഞ്ഞ നാളുകൾ അത് തന്നിൽ തങ്ങി നിൽക്കുകയും പിന്നെ അത് മാറിപ്പോവുകയും ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ ചിലർക്കത് പെട്ടെന്ന് അനുഭവിക്കാൻ സാധിക്കും. ഒരു കല്യാണ വീട്ടിലോ ഒരു ഫംഗ്ഷനോ പോയിട്ട് വരുമ്പോൾ ഇത് അനുഭവിച്ചിട്ടുള്ള പലരുമുണ്ടാവും. ആ ഫംഗ്ഷന് പോയിട്ട് വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് എന്ന് എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇതുകൊണ്ടിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച മന്ത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ വിഭാഗമാണ് സിഹർ. സിഹർ അത് കരുതിക്കൂട്ടി തന്നെ ചെയ്യുന്നതാണ്. അത് ആരും ചെയ്യാം. അതിൻ്റെ കുറേ വിഭാഗങ്ങളുണ്ട്. അതിൽ ഒരെണ്ണം മാത്രം ഇപ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ്. ചിലർ സാഹചര്യങ്ങളുടെ അരികിലേക്ക് ചെന്നിട്ട് അവരുടെ പ്രയാസങ്ങൾ പറയും. അതിന് തടസ്സം നിങ്ങളാണെന്ന് പറയും. നിങ്ങളാകുന്ന തടസ്സത്തെ അവരിൽ നിന്ന് മാറ്റാൻ വേണ്ടിയായിരിക്കും പറയുക. ഒരു പക്ഷേ നിങ്ങളെ നശിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടും ഉണ്ടാവില്ല. പക്ഷേ സിഹിർ അയാളത് ചെയ്യുകയാണെങ്കിൽ അത് വളരെ പ്രതികൂലമായിട്ട് തന്നെയാവും ബാധിക്കുക. കാരണം ഇത് പിശാചുമായി കൂട്ടിയിണക്കിയ കർമ്മമാണ്. പിശാച് നിങ്ങളിലേക്ക് വന്ന് ഏതു തരത്തിലാണ് പ്രവർത്തിക്കുക എന്നതൊന്നും നമുക്കനുമാനിക്കാൻ കഴിയില്ല. കുടുംബം ചന്ന ഭിന്നമാക്കി കളയും, അല്ലെങ്കിൽ മാനസികമായിട്ട് അടുപ്പം കുറയ്ക്കും, സ്നേഹം കുറയ്ക്കും, താല്പര്യം കുറയ്ക്കും, പരിഗണനയില്ലാതെയാക്കും. കാരണം പിശാച് ഒരു മനുഷ്യ ശരീരത്തിൻ്റെ രക്തം സഞ്ചരിക്കുന്ന എല്ലാ ഭാഗങ്ങളിലൂടെയും സഞ്ചരിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ അവൻ്റെ ചിന്തയിൽ, അവൻ്റെ നോട്ടത്തിൽ, അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സ്വാധീനം ചെലുത്താൻ പിശാചിന് കഴിയും. അങ്ങനെ സിഹിർ ഏറ്റുകഴിഞ്ഞാലും ഏറ്റവും ആദ്യമായി ചെയ്യേണ്ടത്, നമുക്കത് സ്വാഭാവികമായി മനസ്സിലായാൽ, നമുക്ക് തന്നെ തോന്നിത്തുടങ്ങിയാൽ, വിശുദ്ധമായ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹിറിൻ്റെ ലക്ഷണങ്ങൾ വന്നപ്പോൾ ഖുർആനിൽ അവതരിപ്പിച്ച സൂറത്താണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ രണ്ട് സൂറത്തുകൾ അത് എത്ര മനവിശ്വാസത്തോടുകൂടെ അതിൻ്റെ ഇജാസത്തോടുകൂടെ ഓതിയാൽ അത്രയും നന്ന്. അത് ഓതുന്നുവോ, അത് ഓതുന്നതിനനുസരിച്ച് അവനിൽ നിന്നും മെല്ലെ മെല്ലെ ആ ഒരു പൈശാചികമായ ഷർറ് വിട്ടുപോകുന്നതാണ്. ഭർത്താക്കന്മാർക്കാണ് വിഷയം, പ്രശ്നം എങ്കിൽ വെള്ളം എടുത്ത് ആ വെള്ളത്തിൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന സൂറത്തും 111 പ്രാവശ്യം വീതം ഓതിയിട്ട് ആ വെള്ളം കുടിപ്പിക്കാൻ ശ്രമിക്കുക. ആ വെള്ളം അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൽ അത് കൊടുക്കുക. അവരുടെ ഉള്ളിൽ അതിൻ്റെ ഷർറുകളും ബുദ്ധിമുട്ടുമുണ്ടെങ്കിൽ അത് മാറിപ്പോകുന്നതാണ്. ഏറെക്കുറെയുള്ള പ്രാഥമിക ഘട്ടത്തിലുള്ള സിഹറും കണ്ണേറും നാവേറുമൊക്കെയാണെങ്കിൽ ഇത് മുഖേന മാറിപ്പോകുന്നതാണ്. അതല്ലാത്ത പക്ഷം മറ്റു മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സിഹറിൽ നിന്നും മറ്റു കണ്ണേറുകളിൽ നിന്നും നാവേറുകളിൽ നിന്നുമെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.